ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കോവളം നിയമസഭാ മണ്ഡലം ഒരുങ്ങുമ്പോൾ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ MLAയുടെ വികസന നേട്ടങ്ങൾ ഉയർത്തി LDF മണ്ഡലത്തിൽ ശക്തമാണെന്ന് തിരുവനന്തപുരത്ത് നിന്നും സുനിൽ അരുമാനൂർ റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം താലൂക്കിലെ 3 നെയ്യാറ്റിൻകര താലൂക്കിലെ 5 പഞ്ചായത്തുകൾ ഉൾപ്പെടെ ആകെ 8 പഞ്ചായത്തുകളാണ് കോവളം നിയോജക മണ്ഡലത്തിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വലിയ രീതിയിൽ സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ് കോവളം നിയോജക മണ്ഡലം. കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള സ്വാധീനവും ഈ മണ്ഡലത്തിലുണ്ട്. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം നിയോജക മണ്ഡലത്തിൽ ആകെ 1,83,116 വോട്ടർമാർ ഉണ്ടായിരുന്നപ്പോൾ 1,25,008 വോട്ടുകളാണ് പോൾ ചെയ്തത്. 68.27% അന്ന് ആകെ പോളിംഗ്. 2011 JDSലെ ജമീല പ്രകാശവും കോൺഗ്രസിലെ ജോർജ് മേഴ്സിയറും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 7,205 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജമീല പ്രകാശം വിജയം സ്വന്തമാക്കുകയായിരുന്നു. കോവളം മണ്ഡലം വിട്ടുകൊടുക്കുകയില്ലെന്ന ഉറച്ച തീരുമാനത്തിലുള്ള പ്രവർത്തനവുമായിരിക്കും ഇടതുപക്ഷം ഇക്കുറി യുദ്ധഭൂമിയിലിറങ്ങുക. ഈ നഗരമടക്കം ഗവൺമെൻറ് കാട്ടിയ കൊടും അന്യായത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനരോഷം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ളവ ഉയർത്തിക്കാട്ടി മണ്ഡലം തിരികെ പിടിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ് പാളയം. കേരളം ഇന്നേ വരെ ഭരിച്ചിട്ടുള്ള ഏത് മന്ത്രിസഭയെക്കാളും കൂടുതൽ ഡെവലപ്മെൻറ്റ് വക്തി നടന്നിട്ടുള്ളത് അങ്ങ് കണ്ണൂർ വിമാനത്താവളം മുതൽ ഇവിടെ വിഴിഞ്ഞം തുറമുഖം വരെ എടുത്താൽ കാണാൻ പറ്റും. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടിയാകും UDF സ്ഥാനാർത്ഥി ഇക്കുറി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥി. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും നാടാർ വോട്ടർമാരും നിർണായക ഫാക്ടേഴ്സ് ആകുന്ന ഈ കോവളം നിയോജക മണ്ഡലത്തിൽ വലിയൊരു മത്സരമായിരിക്കും നടക്കുക.